ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വീണ തോട്ടം തൊഴിലാളി മരിച്ചു. ശാന്തൻപാറ ടാങ്ക്മേട് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. ദേശീയപാത 85-ൽ അടിമാലിയിലും പള്ളിവാസലിലും മണ്ണിടിഞ്ഞു. ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. മണ്ണ് ഫില്ല് ചെയ്തിട്ട് വണ്ടികളെല്ലാം നിലവിൽ വണ്ടികളൊന്നും ബ്ലോക്ക് ആവുന്നില്ല. രണ്ട് സൈഡ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് പോകാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല. அடிமாலி மூணாறு தேசிய பாதை நேற்று ராத்திரி இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிடுச்சு. அது அவங்க ஒரு சும்மா ராத்திரி தோண்டிட்டு என்ன ஏதுன்னு சொல்லாமல் ஒரு பாதுகாப்பு இல்லாமல் போயிடுறாங்க. அவங்க ரோடு மாத்திரம் தோண்டிட்டு மாத்திரம் போகிறாங்க ஒழிச்சு அதை கரெக்ட் பண்ணி வச்சுட்டு போக மாட்டேங்காங்க. நேற்றுலாம் ராத்திரி இடிஞ்சு பெரிய வேலாகி போச்சு. மூணாறு வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமாக தான் வேலை செய்கிறாங்களே ஒழிஞ்சு இதை கரெக்டாக வேலை செய்ய மாட்டாங்க. ஒரு பித்தி எடுத்து வச்சுட்டு போயிடுறாங்க. அது சும்மா வைக்காங்க, அது இடிஞ்சு கீழே போயிடுது. இவங்ககிட்ட ஒரு பாதுகாப்பும் கிடையாது, ஒன்றும் கிடையாது. இதை கரெக்ட் பண்ணுவாங்க கேட்டு போயிடுது. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, മഴക്കെടുതി അവിടെ തുടരുന്നു എന്നറിയുന്നു. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു അപകടം? നിലവിലെ അവസ്ഥ എന്താണ്? അശ്വതി, ഇടുക്കിയിൽ ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും മഴക്കെടുതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് 11:30-യോടെയാണ് ശാന്തൻപാറയ്ക്ക് സമീപം പേത്തൊട്ടിയിൽ തോട്ടം തൊഴിലാളി മരണപ്പെട്ടത്. ജോലി ചെയ്യുന്നതിനിടെ വലിയ മരം ഇവരുടെ ദേഹത്തേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ഇന്ന് ജില്ലയിൽ അതിശക്തമായ ഒരു കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ തമിഴ്നാട് അതിർത്തി മേഖലയിലൊക്കെ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 11:30-യോടെയാണ് ഈ പേത്തൊട്ടിയിൽ ശാന്തൻപാറയ്ക്ക് സമീപം പേത്തൊട്ടിയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ശാന്തൻപാറ സ്വദേശിയായ ഇന്ത്യയുടെ ദേഹത്തേക്ക് മരം ഒടിഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ ഇവരെ ഇവിടുന്ന് കൃഷിയിടത്തിൽ പുറത്തെത്തിക്കുകയും ഒപ്പം തമിഴ്നാട് ബോഡിയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മഴ ശക്തമായ സാഹചര്യത്തിൽ പല കൃഷിയിടങ്ങളിലുമൊക്കെ ജോലി നിർത്തിവെച്ചേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് മഴയ്ക്ക് അല്പം രാവിലെയൊക്കെ കുറവ് അനുഭവപ്പെട്ടതോടെയാണ് കൃഷിയിടത്തിലേക്കൊക്കെ കർഷകരും തൊഴിലാളികളും ഒക്കെ എത്തി തുടങ്ങിയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകട മരണം കൂടി സംഭവിച്ചത്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ പോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ പള്ളിവാസലിന് സമീപം മൂലക്കടയിൽ മണ്ണിടിഞ്ഞതിന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂലക്കടയിൽ സമീപം മണ്ണിടിഞ്ഞ് വീണ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഏകദേശം പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലാണ്. അപ്പം ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുമുണ്ട്. ഇനിയും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ റോഡ് പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇവിടെ തേയിലത്തോട്ട മേഖലയായാലും കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നില്ല. ഒപ്പം കഴിഞ്ഞ രാത്രിയിൽ മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്ക് ഹൈറേഞ്ചിൽ നിരോധനം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മൂന്നാർ അടിമാലി പാതയിലൂടെ വാഹനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ റോഡ് പ്രസ്താവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം മേഖലയുടെ നിലവിൽ ഭാഗികമായി ഗതാഗതം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ കുമ്മളിക്ക് സമീപം ദേശീയപാതയിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ചെല്ലാനത്ത്